Hi friends, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് ബഫറിംഗ് ആൻഡ് റെക്കഗ്നേഷൻ ഓഫ് ടോക്കൺ ഇൻ കമ്പൈലർ. അതായത് കമ്പൈലർ ഫേസിൽ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള അനാലിസിസ് ഫേസ് അതിലാണ് ലെക്സിക്കൽ അനലൈസർ വരുന്നത്. അതിൽ ലെക്സിക്കൽ അനലൈസർ അതിന് വരുന്ന ഇൻപുട്ട്, അതായത് ഇൻപുട്ട് ക്യാരക്ടർ സ്ട്രീം, അതായത് സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ്, അതിനെ നമ്മൾ ലെക്സീം എന്ന് പറയും. ഈ ലെക്സീം, അതായത് ലെക്സിക്കൽ അനലൈസറിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്ന ലെക്സീമിനെ സ്കാൻ ചെയ്തിട്ട് ലെക്സിക്കൽ അനലൈസർ അതിനൊരു ടോക്കൺ ഫോമാറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നോർമലി നമുക്കറിയാം സെക്കൻഡറി സ്റ്റോറേജിൽ നിന്നാണ് ഇൻപുട്ട് ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യുക. ബട്ട് അത് വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് ഈ ഇൻപുട്ട് ക്യാരക്ടേഴ്സിനെ ബഫറിലേക്ക് പ്ലേസ് ചെയ്തിട്ടാണ് ലെക്സിക്കൽ അനലൈസർ സ്കാൻ ചെയ്യുന്നത്. അതിനാണ് ഇൻപുട്ട് ബഫറിങ്. ആ ഇൻപുട്ട് ബഫറിങ് എന്താണോ നോക്കാം. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ലെക്സിക്കൽ അനലൈസർ ഈ ലെക്സീമിനെ സ്കാൻ ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഈ ബഫറിലേക്ക് എടുത്ത ഇൻപുട്ട് ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ലെക്സീംസിനെ നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പോയിൻറ്റേഴ്സ് ആവശ്യമാണ്. BP അതായത് ബിഗിൻ പോയിൻറ്ററും FP ഫോർവേഡ് പോയിൻറ്ററും. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ബഫറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻപുട്ട് ക്യാരക്ടേഴ്സാണ് ഇൻറ്റ് I, J സെമിക്കോളൻ I = J+1 സെമിക്കോളൻ J = J+1 സെമിക്കോളൻ. ഇതാണ് നമ്മുടെ ഇൻപുട്ട് ക്യാരക്ടേഴ്സ്. ഇനീഷ്യലി നമ്മുടെ ഈ 2 പോയിൻറ്റേഴ്സും പോയിൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ക്യാരക്ടറിനെ ആയിരിക്കും. അതായത് ബിഗിൻ പോയിൻറ്ററും ഫോർവേഡ് പോയിൻറ്ററും പോയിൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ക്യാരക്ടറിനെ ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ നമ്മുടെ ബിഗിൻ പോയിൻറ്റർ അവിടെ ആ ഐന്, അതായത് ഫസ്റ്റ് ക്യാരക്ടറിനെ തന്നെ പോയിൻ്റ് ചെയ്ത് നിൽക്കും. നെക്സ്റ്റ് FP മൂവ് ചെയ്യാണ് ചെയ്യുക റൈറ്റിലേക്ക്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ Nനെ റീഡ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് Tനെ റീഡ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ FP റീഡ് ചെയ്യുന്നത് ഒരു ബ്ലാങ്ക് സ്പേസിനെയാണ്. ഇങ്ങനെ ബ്ലാങ്ക് സ്പേസിനെ റീഡ് ചെയ്യുന്ന ടൈമിൽ അത് FP ഇഗ്നോർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാരക്ടറിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇങ്ങനെ ഈ ബ്ലാങ്ക് സ്പേസ് അല്ലെങ്കിൽ ഒരു വൈറ്റ് സ്പേസ് റീഡ് ചെയ്യുന്ന ടൈമിൽ ഇത് റെക്കഗ്നൈസ് ചെയ്യും. പ്രീവിയസ് ആയിട്ട് റീഡ് ചെയ്ത ആ ഒരു സ്ട്രീം അല്ലെങ്കിൽ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ലെക്സീം എന്താണ്, ടോക്കൺ ആണെന്ന് അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അത് മൂവ് ചെയ്യുന്ന ടൈമിൽ ഒരു ബ്ലാങ്ക് സ്പേസോ അല്ലെങ്കിൽ ഒരു വൈറ്റ് സ്പേസ് റീഡ് ചെയ്യുന്ന ടൈമിൽ ഈ FP മൂവ് ചെയ്യുന്നു പറഞ്ഞു. ആ മൂവ് ചെയ്യുന്ന ഏത് പൊസിഷനിലേക്കാണോ ആ പൊസിഷനിലേക്ക് BPനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഇൻപുട്ട് ബഫറിങ്ങിൽ ലെക്സിക്കൽ അനലൈസർ സ്കാൻ ചെയ്യുന്നത്. അതായത് ഒരു ടോക്കൺ റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്യാരക്ടറിനെ പോയിൻ്റ് ചെയ്യുന്ന FP ആ പൊസിഷനിലേക്ക് തന്നെയായിരിക്കും നമ്മുടെ ബിഗിൻ പോയിൻറ്റർ പോയിൻ്റ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് സ്കാൻ ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇത്രയാണ് ഇൻപുട്ട് ബഫറിങ്ങിൽ പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ബഫറിങ്ങിന് 2 വേസ് ഉണ്ട്. അതാണ് 1 ബഫർ സ്കീമുണ്ട്, അതുപോലെ തന്നെ 2 ബഫർ സ്കീമുണ്ട്. 1 ബഫർ സ്കീം എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ ബഫറായിരിക്കും ഉണ്ടാവുക. ഈ ബഫറിൽ നമ്മളിപ്പോൾ കൊടുത്തു നമ്മളെ ഇൻപുട്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇൻറ്റ് I = I+1 സെമിക്കോളൻ. ബട്ട് ഈ നമുക്കിവിടെയുള്ള ബഫറിനേക്കാൾ ലോങ് ആയിട്ടാണ് നമ്മുടെ ഇൻപുട്ട് ക്യാരക്ടർ അല്ലെങ്കിൽ ലെക്സീം വരുന്നത്. അങ്ങനത്തെ കേസിൽ ഇതൊരു പ്രോബ്ലമാണ്. അതായത് 1 ബഫർ സ്കീമിൽ നമുക്ക് നമ്മുടെ ലെക്സീം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എന്ത് ചെയ്യണം, ഇത് റീഫിൽ ചെയ്യുന്ന ഒരു കേസാണ് വരിക. അങ്ങനെ റീഫിൽ ചെയ്യുന്ന ടൈമിൽ അതൊരു ഓവർ റൈറ്റിംഗ് നടക്കും. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. ഓക്കെ, അതായത് നമ്മുടെ 1 ബഫർ സ്കീമിൽ നമ്മുടെ ബഫറിനേക്കാൾ ലോങ് ആയിട്ടുള്ള ലെക്സിൻസ് വരികയാണെങ്കിൽ അത് നമുക്ക് ഈ 1 ബഫറിലൊരു പ്രോബ്ലം ആയിട്ട് വരും. ആ പ്രോബ്ലത്തിന് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ 2 ബഫർ സ്കീം പറയുന്നത്. അതായത് 2 ബഫർ സ്കീം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 2 ബഫേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ബഫറും അതുപോലെ തന്നെ സെക്കൻഡ് ബഫറും. നമ്മൾ ഫസ്റ്റ് ബഫർ, അതായത് ഇവിടെയാണ് നമ്മൾ അതായത് സെൻറ്റിനൽ എന്ന് പറഞ്ഞാൽ സെൻറ്റിനൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ബഫറിൻ്റെയും എൻഡത്തെ പോർഷനിൽ EOF, അതായത് എൻഡ് ഓഫ് ബഫർ എന്ന് പറഞ്ഞൊരു
ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ഈ സെൻറ്റിനൽ എന്ന് പറയുന്നത്. EOFനെയാണ് നമ്മൾ സെൻറ്റിനൽ എന്ന് പറയുന്നത്. അതായത് എൻഡ് ഓഫ് ബഫർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ നമ്മൾ 2 ബഫറിൻ്റെയും ആ ഫസ്റ്റ് ബഫറിൻ്റെയും സെക്കൻഡ് ബഫറിൻ്റെയും ആ ബൗണ്ടറി പോയിന്റിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ബഫറിൽ നമ്മളിങ്ങനെ സ്കാൻ ചെയ്ത് പോകും. അതായത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു ബ്ലാങ്ക് സ്പേസ് വരുന്ന ടൈമിൽ FPയും BPയും പിന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഈ ഒരു ക്യാരക്ടറിനെ ആയിരിക്കുന്ന. അത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഈ ഫസ്റ്റ് ബഫറിൻ്റെ ബൗണ്ടറി എത്തുമ്പം അത് റെക്കഗ്നൈസ് EOF എന്ന് പറഞ്ഞുള്ള എൻഡ് ഓഫ് ബഫറിൻ്റെ ആ ക്യാരക്ടറിനെ പോയിൻ്റ് ചെയ്യുന്ന ടൈമിൽ FP അതായത് ഫോർവേഡ് പോയിൻ്റർ എപ്പോഴാണോ ഫസ്റ്റ് ബഫറിൻ്റെ ബൗണ്ടറിയിൽ പോയിൻ്റ് ചെയ്യുന്നത്, അതായത് EOF എൻഡ് ഓഫ് ബഫറിൽ പോയിൻ്റ് ചെയ്യുന്നത്, ആ ഒരു ടൈമിൽ സെക്കൻഡ് ബഫർ ഫില്ലാവും. അങ്ങനെ സെക്കൻഡ് ബഫർ ഫില്ലായി അതും നമ്മളിങ്ങനെ FP സ്കാൻ ചെയ്ത് പോയിട്ട് എപ്പോഴാണോ ഈ സെക്കൻഡ് ബഫറിൻ്റെ ബൗണ്ടറിയിലെത്തുന്നത്, അതായത് എൻഡ് ഓഫ് ബഫറിലെത്തുന്നത്, അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. ഇങ്ങനെയാണ് നമ്മുടെ ഈ 2 ബഫർ സ്കീമിൽ ലെക്സിക്കൽ അനലൈസർ സ്കാൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ EOF, അതായത് എൻഡ് ഓഫ് ബഫർ. അതിനാണ് നമ്മൾ ഈ സെൻറ്റിനൽ എന്ന് പറയുന്നത്. സെൻറ്റിനൽ വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ എൻഡ് ഓഫ് ബഫർ. എൻഡ് ഓഫ് ബഫറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ EOF യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബഫറിൻ്റെ EOF അതായത് എൻഡ് ഓഫ് ബഫറിൽ പോയിൻ്റ് ചെയ്യുന്ന ടൈമിലായിരിക്കും നെക്സ്റ്റ്, അതായത് സെക്കൻഡ് ബഫറിൽ ക്യാരക്ടേഴ്സ് ഫില്ല് ചെയ്യുക. ഇങ്ങനെയാണ് ഇൻപുട്ട് ബഫറിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് റെക്കഗ്നേഷൻ ഓഫ് ടോക്കൺ യൂസിങ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. എങ്ങനെയാണ് നമ്മൾ ടോക്കണിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ ലെക്സിക്കൽ അനലൈസർ ഫേസിൽ? അത് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റ വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അത് നോക്കാം. അതായത് നമുക്ക് ടോക്കൺ എന്ന് പറയുന്നത് പെയർ ഓഫ് ടോക്കൺ ടൈപ്പ് ആൻഡ് ടോക്കൺ വാല്യൂ ആണ്. അതായത് നമ്മൾ ഒരു ടോക്കൺ എന്ന് പറയുന്നതിൽ ടോക്കൺ ടൈപ്പ് എന്താണെന്നും അതുപോലെ തന്നെ അതിനൊരു ടോക്കൺ വാല്യൂ ഉണ്ടാവും. ഈ ടോക്കൺ ടൈപ്പ് എന്ന കാറ്റഗറി ഓഫ് ടോക്കൺ ആണ്. അതായത് നമുക്കത് ഐഡൻറ്റിഫയർ ആണോ അല്ലെങ്കിൽ ഒരു കീവേഡ് ആണോ അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടോക്കൺ ടൈപ്പ്. പിന്നെ ടോക്കൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗീവ്സ് ദ ഇൻഫർമേഷൻ റിഗാർഡിങ് ടോക്കൺ. ടോക്കണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ടോക്കൺ വാല്യൂ യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ടോക്കണിൽ ഒരു റെഗുലർ ഡെഫിനിഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഇഫിന് വേണ്ടിയിട്ട് അതിൽ യൂസ് ചെയ്യുന്ന അത് നമ്മൾ ഇഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇഫ് തന്നെയാണ്. ദെൻ എൽസ് അതൊക്കെ ഇറ്റ്സെൽഫ് അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ടോക്കണിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റീലോപ്പ് വെച്ചിട്ടാണ്. അതായത് നമ്മൾ ഇവിടെ ടോക്കൺ ടൈപ്പ് പറഞ്ഞില്ലേ, അവിടെയാണ് ഈ റിലേഷൻ ഓപ്പറേറ്റേഴ്സൊക്കെ വരുന്ന ടൈമിൽ റീലോപ്പ് വെച്ചിട്ടാണ് അവിടെ ടോക്കണിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഈ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സിൻ്റെ കോമ്പിനേഷൻ അതാണല്ലോ നമ്മുടെ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അത് ID വെച്ചിട്ടായിരിക്കും ടോക്കണിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂമെറിക്കൽസ് എന്ന് പറയുമ്പം ഡിജിറ്റ്സും അതുപോലെ തന്നെ ഡിജിറ്റ്സിൻ്റെ കോമ്പിനേഷനും അങ്ങനെയൊക്കെയാണ് വരിക. അതിനെയാണ് നമ്മൾ നം വെച്ചിട്ടാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഡെലിമിനേറ്റർ അതായത് ബ്ലാങ്ക് സ്പേസ്, ടാബ്, ന്യൂ ലൈന് അതിനൊക്കെ ഡെലിം വെച്ചിട്ടാണ് നമ്മൾ ടോക്കണിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ വൈറ്റ് സ്പേസിന് ഡിലിം പ്ലസ്. അതായത് നമുക്കിവിടെ കുറേ ആട്രിബ്യൂട്ട് വാല്യൂസ് ഉണ്ട്. റെഗുലർ എക്സ്പ്രഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോക്കണും അതുപോലെ തന്നെ ആട്രിബ്യൂട്ട് വാല്യൂ ആണ് പറയുന്നത്. വൈറ്റ് സ്പേസിന് ടോക്കണും ഇല്ല, അതുപോലെ തന്നെ ആട്രിബ്യൂട്ട് വാല്യൂ ഇല്ല. ഇഫ് ആവുമ്പം ടോക്കൺ ഇഫാണ്, അതിന് ആട്രിബ്യൂട്ട് വാല്യൂ ഇല്ല. ദെൻ എൽസ് ഒക്കെ അതേപോലെ തന്നെയാണ്. ടോക്കൺ ദെൻ എൽസ് അത് ഇറ്റ്സെൽഫ് അങ്ങനെ തന്നെയാണ് വരുന്നത്. അതിന് ഒരു ആട്രിബ്യൂട്ട് വാല്യൂ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ. ദെൻ ID അതായത് ഐഡൻറ്റിഫയറിൻ്റെ ടോക്കൺ എന്ന് പറയുന്ന ID തന്നെയാണ്. അതിന് പോയിൻ്റർ ടു ടേബിൾ എൻട്രി, അത് നമ്മൾ സിമ്പിൾ ടേബിൾ എൻട്രിയിലേക്ക് പോയിൻ്റ് ചെയ്യും. നം അതായത് ന്യൂമറിക്കൽസ്, അതായത് അതിന് നം വെച്ചിട്ടാണ് അതിൻ്റെ ടോക്കൺ. അതും അതേപോലെ തന്നെ പോയിൻ്റർ ടു ടേബിൾ എൻട്രി, അതായത് സിമ്പിൾ ടേബിൾ എൻട്രിയിലേക്ക് പോയിൻ്റ് ചെയ്യും.
ലെസ് ദാൻ അതുപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സൊക്കെ റീലോപ്പ് വെച്ചിട്ടാണ് ടോക്കണിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ലെസ് ദാൻ അതിനാണ് എൽ ടി ആണ് അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ. അതുപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്ന ടൈമിൽ എൽ ഇ വരും. ഈക്വൽ ടു ആകുമ്പോൾ ഇ ക്യു. ഇത് നോട്ടിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഈ നോട്ടിന് നോട്ട് ഈക്വൽ ടു ഓക്കെ, നോട്ട് ഈക്വൽ ടു എൻ ഇ വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഗ്രേറ്റർ ദാൻ ജി ടി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഇ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റ വെച്ചിട്ട് എങ്ങനെയാണ് ടോക്കണ് റെക്കഗ്നൈസ് ചെയ്യാനാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആ ടോക്കണിൽ പറയുന്ന ആ ടോക്കണും അതുപോലെ ആട്രിബ്യൂട്ട് വാല്യൂ ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ട്രാൻസിഷൻ ഡയഗ്രാം അഥവാ ഫൈനൈറ്റ് ഓട്ടോമാറ്റ നോക്കാം. Lexical analysis uses transition diagram to keep track of information about characters that are seen as the forward pointer scans the input. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർവേഡ് പോയിൻ്റർ നമ്മുടെ ലെക്സിംസിനെ സ്കാൻ ചെയ്യുന്നത്, ഇവിടുന്ന് ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യുന്നത്. അതിനെ നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ട്രാൻസിഷൻ ഡയഗ്രാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം അതിൻ്റെ സ്റ്റാർട്ട് സിമ്പിൾ ഇതാണ്. പിന്നെ ഓരോ സ്റ്റേറ്റ്സ് ആണ് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എറോ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഫ്ലോസ് ആണ്. അപ്പം നമ്മളൊരു എക്സാമ്പിൾ, അതായത് ടോക്കൺ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇവിടെ ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജസ്റ്റ് ഒരു റിലേഷണൽ ഓപ്പറേറ്ററാണ് എടുത്തത്. അത് നമ്മൾ സ്റ്റാർട്ടിൽ കൊടുത്തു. സ്റ്റാർട്ടിൽ ഇത് 0, 6, 7, 8 എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു നമ്പർ, സ്റ്റേറ്റിന് ഒരു നമ്പർ ചെയ്താണ്. അപ്പോൾ എന്താണ്, നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ റീഡ് ചെയ്യുന്ന ടൈമിൽ ഗ്രേറ്റർ ദാൻ റീഡ് ചെയ്തിട്ട് 6 സ്റ്റേറ്റിലേക്ക് പോകും. അതായത് 6 നമ്പർ ചെയ്ത് സ്റ്റേറ്റിലേക്ക് പോകും. ദെൻ ഈക്വൽ ടു ആണ്. ഈക്വൽ ടു വരുന്ന ടൈമിൽ 7, അതായത് സെവൻത്ത് സ്റ്റേറ്റ് അല്ല, 7 നമ്പർ ചെയ്ത് ആ ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകും. ഇത് ഫൈനൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, അത് അക്സെപ്റ്റ് ചെയ്യും. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ ഫൈനൈറ്റ് ഓട്ടോമാറ്റ അക്സെപ്റ്റ് ചെയ്യും. ദെൻ നമ്മൾ വേറൊരു കണ്ടീഷൻ നോക്കുകയാണ്, കൗണ്ട് ഗ്രേറ്റർ ദാൻ 40. ഈ ഒരു കണ്ടീഷനിൽ എന്താണിത് ചെയ്യുക, അതായത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇവിടെ റീഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ 4 ആണ് വരുന്നത്. അത് നമ്മൾ ഫോർവേഡ് പോയിൻ്റർ ഓരോന്നും പോയിൻ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇങ്ങനെ പോവല്ലേ ചെയ്യുക. അതായത് ഇവിടെ ഗ്രേറ്റർ ദാൻ റീഡ് ചെയ്ത് നെക്സ്റ്റ് 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു അല്ല. അപ്പോൾ അതറിലേക്ക് പോകും. അതറിലേക്ക് പോയിട്ട് ഈ സ്റ്റേറ്റിലേക്ക് പോകും. അതായത് ഇവിടെ സ്റ്റാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിട്രാക്ഷനെയാണ്. റിട്രാക്റ്റ് ചെയ്യുക, അതായത് ഒരു കം ബാക്ക് ബൈ 1 ക്യാരക്ടർ. അതായത് നമ്മൾ 4ൽ എത്തിയപ്പോഴാണ് ഇവിടേക്ക് പോകുന്നത്. 4ൽ അതറിലേക്ക് പോയി. അപ്പോൾ ഇവിടെ റിട്രാക്റ്റിൻ്റെ സിമ്പിളാണ് കാണിച്ചത്. റിട്രാക്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പിന്നെ ഒന്ന് നോക്കും, അത് ഗ്രേറ്റർ ദാൻ, അപ്പോൾ അതറാണല്ലോ. അപ്പോൾ അത് ഈ സ്റ്റേറ്റിലേക്ക് പോകും. അക്സെപ്റ്റ് ചെയ്യും എന്ത്, ഗ്രേറ്റർ ദാനാണ്. ഓക്കെ. ദെൻ ട്രാൻസിഷൻ ഡയഗ്രാം ഫോർ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അത് എല്ലാ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനും കൂടെയുള്ള ട്രാൻസിഷൻ ഡയഗ്രാം, അതായത് ഫൈനൈറ്റ് ഓട്ടോമാറ്റയാണ് കാണിച്ചിരിക്കുന്നത്. അത് നമുക്കിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് സ്റ്റാർട്ട് സ്റ്റേറ്റിൽ വന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പം റിട്ടേൺ റീലോപ്പ് LA. അതായത് ഇത് നമ്മൾ ടോക്കൺ ഫോമാറ്റാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു ടോക്കൺ ഫോമാറ്റ് എന്ന് പറയുന്നത് പെയർ ഓഫ് ടോക്കൺ ടൈപ്പ് ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂ, അല്ലെങ്കിൽ ടോക്കൺ വാല്യൂ എന്ന് പറയാം. അതിൻ്റെ ഒരു കോമ്പിനേഷനാണെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. അതായത് അതായത് ലെക്സിക്കൽ അനലൈസർ ലെക്സിൻസിനെ റീഡ് ചെയ്തിട്ട് ടോക്കൺ ഫോമാറ്റിലേക്കാണ് ഔട്ട്പുട്ട് വരുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റിട്ടേൺ റീലോപ്പ് LE. അതായത് ഈ ടോക്കണിനെയാണ് ഇത് റിട്ടേൺ ചെയ്യുക ലെസ് ദാൻ ഓർ ഈക്വൽ ടു റീഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. ദെൻ നോട്ട് ഈക്വൽ ടു, ഈ അതായത് നോട്ട് ഈക്വൽ ടു വന്നാൽ ലെസ് ദാൻ സിമ്പിൾ റീഡ് ചെയ്തു, നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്. അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് റിട്ടേൺ ചെയ്യും, റിട്ടേൺ റീലോപ്പ് നോട്ട് ഈക്വൽ ടു. അതാണ് NE എന്ന് പറയുന്നത്. ഇതാണ് റിട്ടേൺ ചെയ്യാം. നെക്സ്റ്റ് കേസിൽ ലെസ് ദാൻ വേറൊരു കേസ്, അതായത് അതർ എന്ന് പറയുന്നത് വേറൊരു നമ്പറോ അങ്ങനത്തെ നമ്പറോ വേറെ എന്തെങ്കിലും ഡിജിറ്റോ അങ്ങനെ വരുന്നതാണ് ഈ അതർ കേസിൽ വരിക. അതായത് ലെസ് ദാൻ മാത്രമാവുന്ന കേസാണത്. ലെസ് ദാൻ മാത്രമാകുമ്പോൾ റിട്ടേൺ എന്ത് ചെയ്യും, റീലോപ്പ് LT വരും. ഇവിടെ റിട്രാക്റ്റ് ഉണ്ട്, ജസ്റ്റ് അതിൻ്റെ ബാക്കിലേക്ക് പോയിട്ടുള്ള ആ ക്യാരക്ടർ ഒന്നുകൊണ്ട് റീഡ് ചെയ്ത് ചെക്ക് ചെയ്യും.
അത് പിന്നെ ഈ സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും, അത് അക്സെപ്റ്റ് ചെയ്യും. എന്താണത്, ലെസ് ദാൻ ആണെന്ന് റിട്ടേൺ ചെയ്യും. അതായത് ഇത് റിട്ടേൺ ചെയ്യുന്ന ടോക്കണാണ് റീലോപ്പ് LT. നെക്സ്റ്റ് കേസിൽ സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ഈക്വൽ ടു സിമ്പിളാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, റിട്ടേൺ റീലോപ്പ് EQ, അതായത് ഈക്വൽ ടു അതായത് ആട്രിബ്യൂട്ട് വാല്യൂ ആണിത്, അത് റിട്ടേൺ ചെയ്യും. നെക്സ്റ്റ് കേസിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ സിമ്പിൾ റീഡ് ചെയ്തു. നെക്സ്റ്റ് ഈക്വൽ ടു ആണെങ്കിൽ അതെന്ത് ചെയ്യും, റിട്ടേൺ റീലോപ്പ് GE, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ ആണ് GE, അത് റിട്ടേൺ ചെയ്യും. പിന്നെ വേറെ അതർ എന്ന് പറയുന്ന കേസ് നമ്മൾ ഈ ഗ്രേറ്റർ ദാൻ സിമ്പിൾ മാത്രം വരുന്ന കേസാണ്. നമ്മൾ നേരത്തെ നോക്കിയില്ല, ഈ ഗ്രേറ്റർ ദാൻ കഴിഞ്ഞിട്ട് 4 വരുന്ന കേസാണ് ഈ അതറിലേക്ക് വരുന്നത്. അതേമാതിരി അതുപോലെ തന്നെ 4 വരുന്ന വേറെ ഏത് നമ്പേഴ്സോ അങ്ങനെ വരുന്ന കേസിലാണ് അതറിലേക്ക് പോവുക. ഇതൊന്ന് റിട്രാക്ട് ചെയ്തിട്ട് പിന്നെ ചെക്ക് ചെയ്യും, നോക്കുമ്പോൾ ആ ഗ്രേറ്റർ ദാൻ തന്നെയാണ്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും, എന്താ അത് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അത് ഏത് ടോക്കണിനെ റിട്ടേൺ ചെയ്യുക, റിട്ടേൺ റീലോപ്പ് GT എന്ന് പറഞ്ഞ ടോക്കൺ ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രാമാണ്. നെക്സ്റ്റ് നമുക്ക് കീവേഡിനും ഐഡൻറ്റിഫയേഴ്സിനും കൂടെയുള്ള ട്രാൻസിഷൻ ഡയഗ്രാം അല്ലെങ്കിൽ ഫൈനൈറ്റ് ഓട്ടോമേറ്റൻ നോക്കാം. ഇതാണ് സ്റ്റാർട്ട് സ്റ്റേറ്റ്. അതായത് സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്ന് നമുക്കറിയാം ഐഡൻറ്റിഫയേഴ്സോ ഒരു കീവേഡോ അത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുക ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. ലെറ്റേഴ്സ് ദെൻ ലെറ്ററിൻ്റെയും അതുപോലെ തന്നെ ഡിജിറ്റിൻ്റെയും കോമ്പിനേഷൻസ് ആണ് വരുന്നത്. അതാണ് ഇവിടെ കാണിച്ചത്. ലെറ്റർ ഓർ ഡിജിറ്റിൻ്റെ കോമ്പിനേഷൻസ് വരും. വേറെ വരുന്ന കേസിൽ അതർ വരുന്ന കേസിലാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അതർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അതർ എന്ന് പറയുമ്പം കീവേഡ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ കൊടുക്കുന്നത്, അതിപ്പം ഇൻറ്റ് ദെൻ ഒരു സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ അത് അതർ കണ്ടീഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യും, റിട്രാക്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്യും. ദെൻ അത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് വരും. അത് റിട്ടേൺ ചെയ്യുന്നത് ഗെറ്റ് ടോക്കൺ ഓഫ്, ഇൻസ്റ്റാൾ ID ഓഫ്, അങ്ങനെയുള്ള 2 ഫംഗ്ഷനാണ്. അത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗെറ്റ് ടോക്കൺ ഓഫ് എന്ന് പറയുന്നത് റിട്ടേൺ ടോക്കൺ ID ഇഫ് ദെൻ എക്സെട്ര ഇഫ് ഇറ്റ് ലുക്സ് അറ്റ് ദ സിമ്പിൾ ടേബിൾ. അത് നമ്മൾ സിമ്പിൾ ടേബിളിൽ നോക്കുകയാണ്. അത് ഗെറ്റ് ടോക്കൺ ഓഫ് എന്ന് പറയുമ്പം അത് ID ആണോ അല്ലെങ്കിൽ ഐഡൻറ്റിഫയർ ആണോ കീവേഡ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോക്കണ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ID റിട്ടേൺ 0, അതായത് ഇൻസ്റ്റാൾ ID എന്ന് പറയുമ്പം ഐഡൻറ്റിഫയർ ആണെങ്കിൽ മാത്രമാണ് അത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യൂ. അതർവൈസ് അതൊരു കീവേഡ് ആണെങ്കിൽ ഈ ഇൻസ്റ്റാൾ ID എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്കതിന് ടാബിൾ നോക്കാം. അതായത് ഇൻപുട്ട് സ്ട്രിങ്സ്, അതായത് ഫോർ ഇഫ് നമ്മൾ കീവേഡും ഐഡൻറ്റിഫയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഗെറ്റ് ടോക്കൺ വാല്യൂ അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ID വാല്യൂ ആണ് നോക്കുന്നത്. 4 എന്ന് പറയുന്നത് എന്താണ്, കീവേഡാണ്. അപ്പോൾ അതിന് ഗെറ്റ് ടോക്കണിൽ അതിന് 4 തന്നെ ആയിരിക്കും വരിക. അതിൻ്റെ ഇൻസ്റ്റാൾ ID എന്ന് പറയുന്നത് 0 ആയിരിക്കും, ബിക്കോസ് അതൊരു ഐഡൻറ്റിഫയർ അല്ല, അതുകൊണ്ട് അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇഫ് എന്ന് പറയുന്നത് ഗെറ്റ് ടോക്കണിൽ ഇഫ് വരും, ഐഡൻറ്റിഫയറിൽ 0 വരും. എൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ടോക്കൺ എൽസ് തന്നെയാണ്, ഇൻസ്റ്റാൾ ID 0 ആണ് വരിക. നെക്സ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ ആണ്, അതുകൊണ്ട് ഗെറ്റ് ടോക്കണിൽ ID വരും. അതായത് അതിൻ്റെ ടോക്കൺ എന്ന് പറയുന്നത് ID ആണ്. അതിൻ്റെ ഇൻസ്റ്റാൾ ID എന്ന് പറയുന്നത് പോയിൻ്റഡ് ടു സിമ്പിൾ ടേബിൾ എൻട്രി ഫോർ കൗണ്ട്, അതായത് കൗണ്ടിനുള്ള സിമ്പിൾ ടേബിളിൽ എൻട്രീനെ പോയിൻ്റ് ചെയ്യും. അതേപോലെ തന്നെ നം4 എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ ആണ്, അതുകൊണ്ട് അതിൻ്റെ ടോക്കൺ ID ആയിരിക്കും. അതിൻ്റെ ഇൻസ്റ്റാൾ ID എന്ന് പറയുന്നത് പോയിൻ്റഡ് ടു സിമ്പിൾ ടേബിൾ എൻട്രി ഫോർ നം4, അതായത് നം4നുള്ള സിമ്പിൾ ടേബിൾ എൻട്രിയിലേക്ക് അതിനെ പോയിൻ്റ് ചെയ്യും. നമ്മളിതിന് ഫോർ എക്സാമ്പിളായിട്ട് നോക്കാം. അതായത് നമുക്ക് നമ്മുടെ ഇവിടെ സോഴ്സ് പ്രോഗ്രാം ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്താണ്. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഇതാണ് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിന് ജസ്റ്റ് ഒരു കോഡ് മാത്രം എടുത്താണ്. അതിന് ലെക്സിക്കൽ അനലൈസറിലേക്ക് പോകുമ്പം ഇവിടെ ഈ ലെക്സിക്കൽ അനലൈസർ സ്കാൻ ചെയ്ത് ടോക്കൺ ഫോമാറ്റിൽ ആ ടോക്കൺ ഫോമാറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടോക്കൺ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെയർ ഓഫ് ടോക്കൺ ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂ ആണ് വരിക. ആദ്യം പറയുന്നത് എന്താണ്, ഇഫ്. ഈ ഇഫിൻ്റെ ടോക്കൺ എന്ന് പറയുന്നത് ടോക്കൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇഫ് തന്നെയാണ്. ഇഫിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് നള്ളാണ്.
അല്ലേ? നോക്കൂ, ഇഫിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ നള്ളാണ്. നമ്മളത് നേരത്തെ ചെക്ക് ചെയ്താണല്ലോ. ഓക്കെ, നൾ വന്നു. നെക്സ്റ്റ് പറയുന്നത് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ ആണ്. അതുകൊണ്ട് അതിൻ്റെ ടോക്കൺ എന്ന് പറയുന്നത് ID ആയിരിക്കും. പോയിൻ്റർ ടു എക്സ് ഇൻ സിമ്പിൾ ടേബിൾ, അതായത് എക്സ് സിമ്പിൾ ടേബിളിൽ എക്സിലേക്ക് പോയിൻ്റ് ചെയ്യും. ഓക്കെ, ദെൻ പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത് എന്ന് പറയുന്നത് ഒരു റിലേഷണൽ ഓപ്പറേറ്ററാണ്. ഈ ടോക്കണിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റീലോപ്പ് വെച്ചിട്ടാണ്. അപ്പം നമ്മൾ റീലോപ്പ് ആയിരിക്കും അതിൻ്റെ ടോക്കൺ. അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു LE ആണ്. പിന്നെ പറയുന്നത് 10 ആണ്. ഈ 10 എന്ന് പറയുന്ന ഒരു ന്യൂമെറിക്കൽ വാല്യൂ ആണ്. അതുകൊണ്ട് നം വെച്ചിട്ടാണ് ടോക്കണിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ പോയിൻ്റർ ടു 10 ഇൻ സിമ്പിൾ ടേബിൾ, അതായത് സിമ്പിൾ ടേബിളിൽ 10 എവിടെയാണുള്ളത് ആ പൊസിഷനിലേക്ക് പോയിൻ്റ് ചെയ്യും. ഓക്കെ, അത്രയാണ് ഐഡൻറ്റിഫയേഴ്സ് ആൻഡ് കീവേഡ്സിൽ പറയുന്നത്. നെക്സ്റ്റ് വൈറ്റ് സ്പേസ് ആണ് നോക്കുന്നത്. വൈറ്റ് സ്പേസിൽ സ്റ്റാർട്ട് ചെയ്യും ഡിലിം, അതായത് ഡിലിമിനേറ്റർ ആണല്ലോ നമ്മൾ ടോക്കണിൽ നമ്മുടെ ആ വൈറ്റ് സ്പേസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിലിം വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഡിലിം, പിന്നെ ഒരു കോമ്പിനേഷൻ ഓഫ് ഡിലിം ഉണ്ടെങ്കിൽ അത് ഇതിൽ റൺ ചെയ്യും. അത് കേസ് വന്നാലാണ് എന്താ ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോവുക. ഇതൊന്ന് റിട്രാക്ട് ചെയ്തിട്ട് നോക്കും. ഡിലിം തന്നെയാണെങ്കിൽ അത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകും. റിട്ടേൺ WS, അത് ജസ്റ്റ് ആട്രിബ്യൂട്ട് വാല്യൂ അതിനില്ലാത്തതുകൊണ്ട് തന്നെ അത് റിട്ടേൺ ചെയ്യും. റിട്ടേൺ WS മാത്രമായിരിക്കും, അതായത് വൈറ്റ് സ്പേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ആട്രിബ്യൂട്ട് വാല്യൂ. അതിന് ആട്രിബ്യൂട്ട് വാല്യൂ ടോക്കണോ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് WS മാത്രമാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. ഇറ്റ് ആക്സെപ്റ്റ്സ് ദ വൈറ്റ് സ്പേസ്, ന്യൂ ലൈൻ, ടാബ് സ്പേസ് ആൻഡ് സ്പേസ്. ഇതൊക്കെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അൺസൈൻഡ് ഇൻറ്റീജർ ന്യൂമറിക് കോൺസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫൈനൈറ്റ് ഓട്ടോമാറ്റാണ് കാണിച്ചിരിക്കുന്നത്. സ്റ്റാർട്ട്, അതായത് ഡിജിറ്റ്, പിന്നെ കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റ് ആണ് വരിക. അത് കണ്ടീഷനിലാണ് എന്താണ് ഇത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോവുക. അതായത് റിട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇത് റിട്ടേൺ ചെയ്യുന്നത് ഇൻസ്റ്റാൾ നം ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ആ റിട്ടേൺ ഇൻസ്റ്റാൾ നം ഓഫ് എന്ന് പറയുന്നത് എന്താണ്, enters the number in a literal table and return a pointer to the entry. അതായത് നമ്മൾ സിമ്പിൾ ടാബിലെ എൻട്രിയിലേക്ക് പോയിൻ്റ് ചെയ്യും. അതേതാ നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഉള്ള മാതിരി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലെക്സിക്കൽ അനലൈസറിൽ എങ്ങനെയാണ് ലെക്സിൻസിനെ സ്കാൻ ചെയ്യുന്നതെന്നും അതിനെ എങ്ങനെയാണ് ടോക്കൺ ഫോമാറ്റിലേക്ക് മാറ്റുന്നതെന്നാണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.